കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ബെൽ ബട്ടൺ അമർത്തുക. നമസ്കാരം. ഇന്നത്തെ വിഷയം അത്ഭുതകരമായിട്ട് തടസ്സങ്ങൾ നീങ്ങാനായിട്ട്. തടസ്സങ്ങൾ എല്ലാ കാര്യം തടസ്സങ്ങളാണ് അല്ലേ? തടസ്സങ്ങളില്ലാത്തവരായിട്ട് ആരും തന്നെ ഇല്ല. അനാദി കാലം തൊട്ട്, ഭൂമി ഉണ്ടായ കാലം തൊട്ട് ഓരോരുത്തർക്കും, ദേവന്മാർക്ക് പോലും പല വിഷയങ്ങൾ തടസ്സങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ദേവന്മാർക്ക് തടസ്സങ്ങൾ ഉണ്ടായപ്പോഴാണല്ലോ അതിന്റെ കാരണം ചിന്തിച്ചാണ് അവർ ജ്യോതിഷം എന്നൊരു മഹാശാസ്ത്രം കൊണ്ടുവന്ന് ആ മഹാശാസ്ത്രം ദക്ഷിണാമൂർത്തി സുബ്രഹ്മണ്യ സ്വാമിയൊക്കെ കൂടെ ആ ഭൂമിയിലൊക്കെ എത്തിച്ച് ഇല്ലയോ? അപ്പം അങ്ങനെ അവർ മുഖേന വന്ന ശാസ്ത്രങ്ങളിലാണ് ഇതിനെല്ലാം പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ പരിഹാരങ്ങളും പറഞ്ഞിരിക്കുന്നത്. നമുക്ക് മറ്റ് ദോഷങ്ങളൊന്നുമില്ല എങ്കിൽ നമുക്ക് തടസ്സങ്ങൾ മാറാനായിട്ട് ഉള്ള കുറച്ച് കാര്യങ്ങളാണ് എന്നോട് പറയുന്നത്. അതിൽ ഒന്നാമത് ചെയ്യേണ്ടത്, നമ്മുടെ വീട്ടിലെല്ലാവരുടെയും വീട്ടിൽ തിരശ്ശീല ഉണ്ടാവും അല്ലേ? നല്ല വൃത്തിയായിട്ട് അലക്ക് തിരശ്ശീല, ശുദ്ധമായിട്ടുള്ള ഏതെങ്കിലും നല്ല ഒരു ഒന്നേ അലക് ആവാം, അല്ലെങ്കിൽ മടലാവാം, അങ്ങനെ എന്തെങ്കിലും ശുദ്ധമായിട്ടുള്ള കമ്പിൽ ചുറ്റിയിട്ട് എണ്ണ ഒഴിച്ച് കത്തിക്കുക. ത്രിസന്ധ്യയ്ക്ക് വേണം ചെയ്യാനായിട്ട്. നമ്മളെ ഒരു 7 പ്രാവശ്യം ഒഴിഞ്ഞ് വീടിനെ മുന്നിൽ നിന്നിട്ട്, വീടിനെ പ്രദക്ഷിണം വെക്കുമല്ല, വീടിന് മുന്നിൽ നിന്നിട്ട് ഒരു 7 പ്രാവശ്യം ഒഴിഞ്ഞിട്ട് ഇതിൽ പൂജക്കടയിൽ നിന്നൊക്കെ തെള്ളിപ്പൊടി എന്ന് പറഞ്ഞൊരു പൊടി കിട്ടും. നിങ്ങളൊക്കെ സിനിമയിലൊക്കെ കണ്ടുകൊണ്ടായിരിക്കും ഇങ്ങനെ 12 പന്തവും ആളി കത്തുന്നത്. അപ്പം ആ പൊടി ഇതുപോലെ അവനവനും വീടിനുമൊക്കെ ഒഴിഞ്ഞിട്ട്, വീട്ടിലുള്ളവരെയൊക്കെ ഒഴിഞ്ഞ് ഇതിലിട്ടിടുമ്പോഴത്തേക്ക് ഇത് ആളി കത്തും. അതിനുശേഷം ഈ പന്തം നമുക്ക് എവിടെങ്കിലും, നമ്മുടെ അല്ലാത്ത വേറെങ്കിലും ഭൂമിയിൽ കളയാം. മറ്റാർക്കും ദോഷം വരാത്ത രീതിയിൽ വേണം കളയാനായിട്ട്. അതുപോലെ രണ്ടാമത് ചെയ്യാനുള്ളത് കദളിപ്പഴം, ഒരു കദളിപ്പഴം, ഒരു ചെറുനാരങ്ങ, അങ്ങനെ 18 കദളിപ്പഴം 18 ചെറുനാരങ്ങയും ചേർത്ത് മാല കെട്ടി ഗണപതി ഭഗവാന് ചാർത്തുക. രണ്ടാമത് ചെയ്യാനുള്ള കാര്യമാണ്. തടസ്സങ്ങളൊക്കെ മാറാൻ ഏറ്റവും ശുഭകരമായിട്ടുള്ള കാര്യമാണ്. മൂന്നാമത് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ പൂക്കുല എല്ലാം കണ്ടുണ്ടായിരിക്കും അല്ലേ? കമുകും പൂക്കുല കൊണ്ട് മാല കെട്ടി സർപ്പദേവങ്ങൾക്ക് സമർപ്പിച്ച്, സർപ്പദേവങ്ങൾക്ക് ഏത്തവിട്ട് നമസ്കരിച്ച് പ്രാർത്ഥിക്കുക. രോഗങ്ങളൊക്കെ മാറാനും രോഗസംബന്ധമായിട്ടുള്ള വിഷയങ്ങൾ നമുക്ക് മരുന്ന് കഴിക്കുന്ന ശരീരത്തിൽ പിടിക്കാനും ഒക്കെ ആയിട്ടാണ്. അപ്പം അടുത്ത വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ജോലി കിട്ടുന്നതിനായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ് മഹാദേവന്റെ അമ്പലത്തിൽ ഒന്നുകിൽ 54 അല്ലെങ്കിൽ 108 രുദ്രാക്ഷമാല വാങ്ങിച്ച് നമ്മൾ വീട്ടിൽ വെക്കണം. വീട്ടിൽ വെച്ചിട്ട് 7 ദിവസം അടുപ്പിച്ച് നമ്മളിത് തുളസീർത്തിനകത്ത് മുക്കി നമ്മുടെ തലയ്ക്ക് ഒഴിയണം. തലയ്ക്ക് ഒഴിഞ്ഞിട്ട് ഇത് ഭഗവാനുകൊണ്ട് സമർപ്പിക്കുക. പിന്നെ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് കൃഷ്ണസ്വാമി അമ്പലത്തിലെ വെണ്ണ കൊണ്ട് അഭിഷേകം, ശുദ്ധമായിട്ടുള്ള പാല് ഒഴിച്ച്, കവർപാലൊന്നും മേടിക്കരുത്, അല്ലാതെ പാല് എവിടുന്നെങ്കിലും വീട്ടിൽ നിന്ന് മേടിച്ച് ഒഴിച്ച് അത് തൈരാക്കി അത് കടഞ്ഞെടുത്ത് അതിൽ നിന്നുള്ള വെണ്ണ കൊണ്ടുപോയി കൃഷ്ണസ്വാമിക്ക് അഭിഷേകം ചെയ്ത് പറ്റുമെങ്കിൽ ഒരു പാദപ്രദർശനം അല്ലെങ്കിൽ ശയനപ്രദർശനം, ഇതിലൂടെയൊക്കെ നമുക്ക് അത്ഭുതകരമായിട്ട് നമുക്ക് എത്ര വലിയ തടസ്സങ്ങളായാലും മാറ്റിയെടുക്കാൻ സാധിക്കും. ഇതുപോലെ ഒരുപാട് വിഷയങ്ങളുണ്ട്. അപ്പം എന്തായാലും മറ്റ് ദോഷങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നല്ല ഒരു ജ്യോതിഷനെ കണ്ട് പരിഹാരം ചെയ്ത് മുന്നോട്ട് പോവുക. തടസ്സങ്ങൾ മാറുക, ജീവിതത്തിൽ അഭിവൃദ്ധി നേടുക എന്നുള്ള എല്ലാവരുടെയും ആഗ്രഹമാണ്. ആഗ്രഹ സാഫല്യത്തിനായി പ്രവർത്തിക്കുക. നിർത്തുന്നു. നന്ദി, നമസ്കാരം. LS, USS തുടങ്ങി UGC സ്കോളർഷിപ്പ് പരീക്ഷകളുടെ വിശദാംശങ്ങൾ മുതൽ സംസ്ഥാന കേന്ദ്ര സർക്കാരുകൾ നൽകുന്ന വിവിധ സ്കോളർഷിപ്പുകളെ കുറിച്ച് അറിയുവാനും കൃത്യസമയത്ത് അപേക്ഷിക്കുവാനും വിദ്യാർത്ഥികൾക്ക് വിദ്യാഭ്യാസപരമായ വാർത്തകൾ അറിയാൻ വിദ്യാവാർത്ത